നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ തൃപ്തികരമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഗവേഷണ ബുദ്ധിയോടുകൂടി പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി, ശമ്പള വർധനവോടുകൂടി മറ്റൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വർഷങ്ങളായിട്ട് വിദേശത്ത് താമസിച്ച് ജോലി ചെയ്യുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് ഈ മാസത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് ജൂലൈ ഓഗസ്റ്റോടുകൂടി മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ ജനപിന്തുണ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടൊപ്പം പങ്കുചേർന്ന് സർവാത്മന സഹകരിക്കുവാനുള്ള യോഗം കാണുന്നതുമുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വന്തമായിട്ട് നടത്തി വരുന്നവർക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവലംബിച്ചിരുന്ന പല വിധത്തിലുള്ള പ്രചരണ രീതികളും അനുകൂലമായി തീരുകയും ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഇനി വിപുലീകരിച്ചാലോ ധ്രുവീകരിച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും കൃത്യമായുള്ള ദിശാബോധത്തോടുകൂടി വിദഗ്ധമായുള്ള നിർദ്ദേശത്തോടുകൂടി മാത്രമേ ഇനി പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം ഈ ജൂൺ മാസം 2024 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സ്വല്പം പരാജയപ്പെടുവാൻ യോഗം കാണുന്നതുമുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ യുവതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില പരിഹാസവചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും അതിൻ്റെ അന്തഃസത്ത മനസ്സിലാക്കിയവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടവരും. കീഴ് ജീവനക്കാരുടെ സഹായ സഹകരണത്താൽ മേലുദ്യോഗസ്ഥർ ഏൽപ്പിച്ചതായിട്ടുള്ള പല കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ ഏപ്രിൽ മെയ് മാസകാലങ്ങളോടുകൂടി പൂർത്തീകരിക്കാൻ അവസരം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉദ്യോഗസ്ഥലത്ത് തന്നെ മറ്റൊരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രധാന തീരുമാനങ്ങൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ പലവിധത്തിലുള്ള സ്വസ്ഥതക്കേടുകളും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് മാറി താമസിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ അതിന് തക്കവണ്ണമുള്ളൊരു ഗൃഹം വാടകയ്ക്കെടുത്ത് താമസമാക്കുവാനോ സാധ്യതയുണ്ട്. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടവരും. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്കും പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 8-9 മാസമായിട്ട് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ പ്രവൃത്തി പരിചയം അവലംബിക്കുവാനുള്ളൊരു അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ഇതിനോട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും അതേപോലെ തന്നെ വികസിത രാഷ്ട്രത്തിലേക്ക് ഇതിന് അവസരങ്ങൾ വന്നു ചേരുന്നതിനെ പറ്റിയിട്ട് അന്വേഷിക്കുവാനും ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യതയുണ്ട്. പുതിയ സാമ്പത്തിക വർഷം ഉടലെടുത്തതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു ഏപ്രിൽ മാസം മുതൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള മേഖല വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും കൃത്യമായുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ അവസരം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. 6 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും
കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി 6 മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം തന്നെ രേഖാപരമായിട്ട് സമർപ്പിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകളോ നഷ്ടങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അസൂയാലുക്കളുടെ ഉപദ്രവത്താൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും സ്വന്തം ചെയ്തു വരുന്ന സ്വന്തം തെറ്റുകളെ കൊണ്ടല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള ജോലികളെല്ലാം തന്നെ ഏപ്രിൽ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടിയാണ് മൂലം നക്ഷത്രക്കാരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുക മാത്രമല്ല, ഇത്രയും കാലം പ്രവൃത്തി പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഉന്നത പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ മാസങ്ങളോളം ഗൃഹത്തിൽ വന്നു പോകുവാൻ, ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ളൊരു ദൂരദേശത്ത് താമസിക്കേണ്ടി വരും. കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ സാധ്യത വളരെ കുറവായിരിക്കും. എന്നിരുന്നാൽ പോലും ഉന്നത പദവിയായതുകൊണ്ട് ഭാവിയിലേക്ക് ഇനിയും ഈ തൊഴിൽ മേഖലകളിൽ അനന്ത സാധ്യതകളുള്ളതുകൊണ്ട് സ്വീകരിക്കുക തന്നെയായിരിക്കും ഏതു പ്രകാരത്തിലും നന്നായിരിക്കുക. പലർക്കും ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബപരമായിട്ടുള്ള തർക്കങ്ങൾ പരിഹാരം കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധത്താലായിരിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. കഴിഞ്ഞ 6-7 മാസമായിട്ട് നടന്നു വരുന്ന ചികിത്സാ രീതികളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചിരുന്നു. ഇനി മുതൽ മരുന്നുകളെല്ലാം കുറയ്ക്കാം എന്ന ധാരണയോടുകൂടി ചർച്ചകളും യാത്രകളെല്ലാം തന്നെ പുനരാരംഭിക്കാനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ കൃഷി ഇറക്കുന്ന സമ്പ്രദായമൊക്കെ തന്നെ ജൂൺ ജൂലൈ ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനൊരു തുടക്കം കുറിക്കുവാനും പദ്ധതി രൂപീകരിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങുന്നതിനെ പറ്റിയിട്ട് പല വിധത്തിലും ചർച്ചകൾ നടത്തുവാനിട വരുമെങ്കിൽ പോലും അതിൻ്റെ ഒരു അനന്ത സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറി ഈ സംയുക്ത സംരംഭങ്ങളായിരിക്കാം, സുഹൃത്തുക്കളോ സഹപാഠികളോ പറയുന്ന കാര്യങ്ങളായിരിക്കാം, തൽക്കാലത്തേക്ക് അതിൽ നിന്നും പിന്മാറുക തന്നെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അഥവാ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുള്ളത്. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പണച്ചെലവിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ദുഷ്കീർത്തി അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും. അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ദൂരദേശത്ത് നിന്നും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധ്യതയുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ പല വിധത്തിലുള്ള പദ്ധതികൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കാതെ മറ്റൊരാൾ പണം മുതൽ മുടക്കുകയും അതിൻ്റെ പൂർണ്ണമായുള്ള വിതരണ വിപണന മേഖലകളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും വന്നു ചേരുമെങ്കിൽ പോലും വളരെ ഭക്തി
ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിൽ പോലും അതിനെ വളരെ യുക്തിയോടുകൂടിയും തന്മയത്വത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിച്ചാൽ മാത്രമേ അതിജീവിക്കുവാൻ സാധ്യത കാണുന്നതുമുള്ളൂ. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ നിലവിൽ നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ അത്ര തന്നെ നേട്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു ചില പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര തന്നെ ഉചിതമല്ലാത്തതാണ്. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ സ്ഥിരീകരിക്കുവാൻ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കാൻ യോഗം കാണുന്നുണ്ട്. പ്രവർത്തന ശൈലിയിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പമൊക്കെ പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഒരു ചിട്ടയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിക്ക് സ്വയമേവ തയ്യാറാകുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാനും ഒരുപക്ഷെ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുവേണ്ടി ദ്രുതഗതിയിൽ പണികളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്തിക്കൊണ്ട് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനും പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.